വളരെ വേഗത്തിൽ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മോൻസ് ജോസഫ് പി ജോസഫ് ദേവോയി ദാ വന്നു എന്നായിരുന്നു കാഴ്ചയെന്ന് ബി ദിലീപ് കുമാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായി തീരുമാനത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഫോർമുലയിൽ മാറ്റമൊന്നുമില്ല എന്നാണോ കരുതേണ്ടത്? അതെ, തീർച്ചയായിട്ടും ഗോകുൽ, കേരള കോൺഗ്രസ് അയഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഒരു മന്ത്രിസ്ഥാനം, അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ചീഫ് വിപ്പ്, ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫോർമുല. ഇതിനെ കേരള കോൺഗ്രസ് ആ ചർച്ചയെ തുടർന്ന് ഏറെക്കുറെ അതുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത്. കൃഷി, ജലസേചനം, ഈ രണ്ട് വകുപ്പുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതിൽ ഇന്നിപ്പോൾ ഉച്ചവരെയും ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അത് തരാൻ നിർവാഹമില്ല എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ആദ്യം മുതൽ തന്നെ അറിയിച്ചിരുന്നു. അത് ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സുഗമമായ ഒരു നടത്തിപ്പിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച വീണ്ടും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കൂടുതലായിട്ട് അല്പസമയത്തിനകം തന്നെ പി ജോസഫിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം ഘടകങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇന്ന് രാവിലെ MLA ഹോസ്റ്റലിൽ ചർച്ചയിൽ വന്നപ്പോഴും എല്ലാ തവണയും ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതും ഒക്കെ തന്നെ കേരള കോൺഗ്രസ് ആണ്. ഒപ്പം കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ അനൂപ് ജേക്കബിലേക്ക് വരുമ്പോൾ അത് ടേം വ്യവസ്ഥയിലേക്ക് മാറുന്നു. ഇതൊരു സാമുദായിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രണ്ട് മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ അവസാനം വരെ ക്ലെയിം ചെയ്യാം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറാവില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുനയ നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കരയ്ക്കടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഒരു മന്ത്രി സ്ഥാനം അത് മോൻസ് ജോസഫ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നീട് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് എന്നുള്ളതാണ്. അത് തോമസ് ഉണ്ണിയാടനോ അല്ലെങ്കിൽ അപ്പു ജോസഫ് എന്നുള്ളതിനുണ്ടായിരുന്നു. രണ്ടാം മന്ത്രിയായിരുന്നെങ്കിൽ അപ്പു ജോസഫ് എന്നുള്ള ഉറപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ 2 പദവികൾ കിട്ടുമ്പോൾ അതിൽ അപ്പു ജോസഫിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ആകാംക്ഷ. തീർച്ചയായും ഏതായാലും പി ജെ ജോസഫ് കോൺഗ്രസിന്റെ ഫോർമുലയ്ക്ക് മുന്നിൽ വഴങ്ങിയെന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ത്യാഗികളായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യപ്പെട്ടത് പാർട്ടിയായി മാറുകയാണ് കേരള കോൺഗ്രസ്. ജോസഫ് ചേരുന്നത് ശ്രീജിത്ത്, സീറ്റ് വിഭജന സമയത്ത് 2 സീറ്റുകൾ വിട്ടു നൽകി. ഇത്തവണ വിജയിച്ചു വന്നുള്ളൂ. പക്ഷേ ലീഗിന്റെ സീറ്റുമായൊക്കെ ആനുപാതികമായി നോക്കിയാൽ ഈ 2 മന്ത്രിസ്ഥാനത്തിനൊക്കെ ക്ലെയിം ഉള്ളതായിരുന്നു. പക്ഷേ ഒരു നിർവാഹവുമില്ല എന്ന കോൺഗ്രസിന്റെ ഫോർമുലയ്ക്ക് വഴങ്ങുകയാണോ പി ജെ ജോസഫ്? വീണ്ടും ത്യാഗികളാവുന്നു? ഗോകുലെ, ശരിക്കും യഥാർത്ഥ ത്യാഗി പി ജെ ജോസഫും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. സീറ്റ് വിഭജന സമയത്ത് 10 സീറ്റ് എന്നുള്ളത് 8ആയി കുറയ്ക്കാൻ അവർ സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം 2 ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ടിടത്ത് നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറായി. അത് മുന്നണിയുടെ ഒരു കൂട്ടായ്മയെ കരുതി അവർ പിൻവാങ്ങുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള ചീഫ് വിപ്പ് പദവി കിട്ടിയാൽ പി ജെ ജോസഫ് വഴങ്ങും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ഒരു ഉപാധി വെച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് പി ജെ ജോസഫ് തയ്യാറായി കഴിഞ്ഞു, അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കേരള കോൺഗ്രസ് ജോസഫ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഒരു മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള ചീഫ് വിപ്പ് പദവി, ഈ ഒരു തീരുമാനത്തോടു കൂടി വഴങ്ങുകയാണ് പി ജെ ജോസഫ്. അവർക്ക് പരാതിയുണ്ട്, അവരെ കുറച്ചുകൂടി നല്ല പരിഗണന കിട്ടണമായിരുന്നു എന്ന് ആവശ്യമുണ്ട്. എങ്കിൽ പോലും മുന്നണിയുടെ ഒരു പൊതു നന്മയെ കരുതി, പൊതു ആവശ്യത്തെ കരുതി അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. മന്ത്രിയായി മോൻസ് ജോസഫ് വരും. ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കാൻ തോമസ് ഉണ്ണിയാടനോ അപ്പു ജോസഫോ ആരാണ് എന്ന കാര്യത്തിൽ കൂടി കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് പി ജെ ജോസഫ് മോൻസ് ജോസഫിനെ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. കാരണം നിയമസഭാ നേതാവായി മോൻസ് ജോസഫിനെ തിരഞ്ഞെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മറ്റു ജില്ലാ വിവരങ്ങൾ കൂടിയുണ്ട്. തിരുവഞ്ചൂർ സ്പീക്കർ തന്നെയാകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. VT ബൽറാം മന്ത്രിസഭയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, ഒരു അന്തിമ ധാരണ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതോടൊപ്പം പറയാവുന്ന വാർത്ത. അതോടൊപ്പം തന്നെ ടേം നിബന്ധനയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ കാര്യത്തിൽ ആദ്യം അനൂപ് ജേക്കബ് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് വരും. അനൂപ് ജേക്കബ് നാളെ മന്ത്രിസഭ ചെയ്യുന്ന മന്ത്രിമാർക്കൊപ്പം, നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരിക്കും എന്ന കാര്യവും കൂടി സ്ഥിരീകരിക്കാനാവുന്നു. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. മാണി സി കാപ്പനും ഒപ്പം ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അനുനയത്തിന് വഴങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും അനൂപ് ജേക്കബും അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ഇതിലേറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തത് ഇത്തവണ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് ജോസഫ് ഗ്രൂപ്പാണെന്ന് പറയാതെ വയ്യ. 2 സീറ്റും വിട്ടുകൊടുത്തു. ഏറ്റവും ഒടുവിൽ 2 മന്ത്രിസ്ഥാനത്തിനായി ക്ലെയിം ഉന്നയിച്ചു. ഒടുവിൽ അതും ഒരു മന്ത്രിയും ഒരു ക്യാബിനറ്റ് റാങ്കും എന്നത് ചീഫ് വിപ്പ് പദവിയുമായിട്ട് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരികയാണ്. പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പിന് പ്രഥമ പരിഗണന കൊടുക്കുന്നു. പാർട്ടിക്കപ്പുറത്തേക്കും
ആ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി ഈ ചീഫ് വിപ്പ് സ്ഥാനം അത് ലഭിച്ചാൽ തോമസ് ഉണ്ണിയാടനായിരിക്കുമോ അതല്ല അപ്പുവിലേക്ക് പോകുമോ എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ തന്നെ അപ്പുവിന് ഒരു സ്ഥാനം കൊടുക്കുന്നതിനെതിരെ ഒരു പ്രതിഷേധവും ഒക്കെ കണ്ടു. തോമസ് ഉണ്ണിയാടന്റെ അനുകൂലികൾ ചില പ്രതിഷേധം ഉയർത്തുന്നത് കണ്ടിരുന്നു. മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അപ്പുവിന് വേണ്ട എന്ന തീരുമാനമാണോ പി ജെ ജോസഫിന്? ദിൽന, ചെറിയ ചെറിയ കൊട്ടാര വിപ്ലവങ്ങൾ എല്ലാ പാർട്ടികൾക്കകത്തും നടക്കുന്നുണ്ട്. എത്ര കൊട്ടാര വിപ്ലവങ്ങൾ വിജയിക്കുമെന്ന കാര്യമാണ് നമുക്ക് പറയാൻ കഴിയാത്തത്. തോമസ് ഉണ്ണിയാടന് വേണ്ടി ഇന്നലെ ചില പ്രതിഷേധങ്ങൾ MLA ഹോസ്റ്റലിന് മുന്നിൽ അരങ്ങേറിയിരുന്നു. എന്നാൽ അതൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പി ജെ ജോസഫ് ഇപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 8 സീറ്റുകൾ മത്സരിച്ച് 7 MLA-മാരുള്ള പാർട്ടിയാണ്. മാത്രമല്ല മുന്നണിക്ക് 102 സീറ്റിൻ്റെ അംഗബലവുമുണ്ട്. ഈ ഘട്ടത്തിൽ ചെറിയ ചെറിയ പാർട്ടികളുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊട്ടാര വിപ്ലവങ്ങൾക്ക് വലിയ വിജയ സാധ്യതയില്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൂടിയൊക്കെ കണ്ടാണ് ജോസഫ് വിഭാഗം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു അനുനയത്തിനുമൊക്കെ തയ്യാറാകുന്നതെന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തോമസ് ഉണ്ണിയാടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹമാണ്. അപ്പു ജോസഫിനെ ഈ ചീഫ് വിപ്പ് എന്ന പദവിയിലേക്ക് കൊണ്ടുവരുമോ അതോ തോമസ് ഉണ്ണിയാടൻ ആ പദവി നൽകുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. അത് അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം. മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് പി ജെ ജോസഫ് അനുനയത്തിന് വഴങ്ങിയിരിക്കുന്നു, അയഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒരു മന്ത്രിസ്ഥാനം ഒപ്പം ചീഫ് വിപ്പ് ആ കാര്യത്തിലേക്ക് അവർ തയ്യാറായിരിക്കുന്നു. കോൺഗ്രസിന്റെ അനുനയ നീക്കത്തിലേക്ക് അവർ തയ്യാറായിരിക്കുന്നു എന്നാണ് ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.